ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റാമഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്നൊരു പുതിയ സൈക്കിൾ മേടിച്ചപ്പോൾ ഇത് മേടിച്ചിട്ട് ഒരു 2 വീക്സോളം ആയി. അപ്പോൾ നമ്മൾ യൂസ് എല്ലാം ചെയ്തിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ സൈക്കിള് ഇത് അർബൻ ടെറൈൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ ഇപ്പോൾ നല്ലൊരു ഓഫറിനകത്ത് ഉണ്ട്. കാരണം നാം നോക്കിയപ്പോൾ 14,000 രൂപയ്ക്കാണ് ഈ സൈക്കിൾ ഉണ്ടായിരുന്നത്. യഥാർത്ഥ വില 43,000 രൂപ എന്ന് പറയണം. പക്ഷേ ബാക്കിയുള്ള MTB സൈക്കിൾ അപേക്ഷിച്ച് ഈ റേറ്റ് കിട്ടുന്നതൊക്കെ നല്ലൊരു സൈക്കിളായിട്ട് തന്നെ തോന്നി. ആദ്യമേ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ 7 സ്പീഡ് ഗിയർ ഷിമാനോയുടെ ഗിയർ സിസ്റ്റമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ബോഡി ക്വാളിറ്റി പക്കാ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. ആകെപ്പാടെ ഒരു ചെറിയ പോരായ്മയായിട്ട് തോന്നിയിരിക്കുന്നത് ഇവിടെയുള്ള ഈ വെൽഡിങ്ങിൻ്റെ ഒരു ഫിനിഷിങ് കുറവ് മാത്രമാണ് ഇവിടെ ഇതിനകത്ത് പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാം ഫിറ്റ് ചെയ്താണ് നമുക്ക് ഈ ഒരു ബാക്കിൽ കാണുന്ന ബോക്സിനുള്ളിൽ വെച്ചാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും ഡെലിവറി ആയി കിട്ടിയത്. ആകെപ്പാടെ നമ്മൾ ജസ്റ്റ് ഹാൻഡിലും സീറ്റും ഒന്ന് ഫിറ്റ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഇൻസ്റ്റാളേഷന് വേണമെങ്കിൽ അവരുടെ സ്റ്റാഫുകളെയൊക്കെ വിടും. അങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. ജസ്റ്റ് വീഡിയോ ഒക്കെ ഉണ്ട് ഇവരുടെ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ റിഫ്ലക്ടർ, ഒരു ഫ്രണ്ടിലും റിഫ്ലക്ടർ, ഈ ബെല്ല്, ബോട്ടിൽ ഹോൾഡർ, ഇതെല്ലാം തന്നെയുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നതെന്ന് പറയുന്നത് ലോഗൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഓൾമോസ്റ്റ് കുറച്ച് ഭാഗങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാൻഡിലിൻ്റെ ഇവിടെയുള്ള ഈ ഭാഗമൊക്കെ കാർബണാണ് വരുന്നത്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം അലോയിയാണ്. അത് കാരണം പക്ക ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ജസ്റ്റ് ഇത് കുട്ടികൾക്ക് വരെ എടുത്ത് വെക്കാവുന്ന വെയിറ്റേ ഉള്ളൂ. പിന്നെ സീറ്റിൻ്റെ കംഫർട്ടിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത്യാവശ്യം നല്ല സീറ്റ് കംഫർട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം സൈസ് എന്ന് പറയുന്നത് 17 ഇതാണ്. പിന്നെ ടയർ സൈസ് 26. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്പെസിഫിക്കേഷൻ. പിന്നെ അത്യാവശ്യം ഞാൻ ഓടിച്ചു നോക്കി. അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ഗിയറൊക്കെ ഇട്ടു. ടോപ്പ് സ്പീഡും യാതൊരു കുഴപ്പമില്ല. അതിൻ്റെ കൂടെ വേറൊരു പമ്പും വരുന്നുണ്ട് അർബൻ ടെറൈൻ്റെ തന്നെ. ഈ സൈക്കിൾ ആദ്യം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ സൈക്കിള് ഡെലിവറായി കിട്ടുകയും ചെയ്തു, ഫുള്ളി ഇൻസ്റ്റാൾഡായിട്ട്. പക്ഷേ അതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം നന്നായിട്ട് ചവിട്ടാൻ പോലും പറ്റിയില്ല. കാരണം വെച്ചാൽ അതിൻ്റെ ടയറിൻ്റെ വാൾവിക്കൂടെ എയർ പോവുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് കമ്പനിയെ വിളിച്ചു പറഞ്ഞു. ഇതിൻ്റെ കമ്പനിയുടെ സർവീസ് എന്ന് പറഞ്ഞാൽ പക്കായിട്ടോ. കാരണം വെച്ചാൽ അവർ വിളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം അവർ ചെറിയൊരു ടയറിൻ്റെ ഇഷ്യൂവിന് പോലും അവർ അത് റീപ്ലേസ് ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പുതിയ സൈക്കിൾ തന്നു. അതായത് 3 ദിവസം കൊണ്ട് തന്നെ സംഭവം തിരിച്ച് കിട്ടി. നമുക്ക് അവർ വന്ന് ഇൻസ്റ്റാൾ ചെയ്യണം ചോദിച്ചു. ഇൻസ്റ്റാൾ ചെയ്യണം, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഗിയറൊക്കെ നമുക്ക് അത്യാവശ്യം ട്യൂൺ ചെയ്തൊക്കെ വരെ തന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ടൂൾ കിറ്റ് കിട്ടും. ഇത് വെച്ചാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു സ്പാനർ, എല്ലാം കീസൊക്കെ ഉണ്ട്. പിന്നെ യൂസർ മാനുവലുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗിയറിൻ്റെ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ചുമ്മാ ഷിഫ്റ്റിംഗ് ഗിയറാണ്. അങ്ങനെയുള്ള ഈസിയാണ്. പിന്നെ ഇവിടെ കാർബണാന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ പെഡലും കാർബൺ മെറ്റീരിയൽ വെച്ചുണ്ടാക്കിയേക്കുന്നതാണ്. ബാക്കി ഓൾമോസ്റ്റ് ഇതിനകത്ത് ഇനി ചെയ്യണമെങ്കിൽ നമുക്ക് മഡ് ഗാർഡ് വയ്ക്കാം, വേണമെങ്കിൽ സ്പീഡോമീറ്റർ വയ്ക്കാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഇത് അത്യാവശ്യം എനിക്ക് മഡ് ഗാർഡ് ഇല്ലാതെ തന്നെ ഇരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ലുക്ക് തോന്നിയിരിക്കുന്നത്. മേടിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ പവർ ബീം എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. അത് ഇവിടെ ഒരു ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ്. 250 രൂപ വില വരും. ഒരു 4 AAA ബാറ്ററി ഇടേണ്ടി വരും. ബാക്കി ഓൾമോസ്റ്റ് അത്യാവശ്യം നമ്മൾ ഇതിനകത്ത് കെയർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കമ്പനിയിൽ നിന്ന് തന്നെ വന്നിരുന്ന ഇൻസ്റ്റാളേഷൻ്റെ സ്റ്റാഫ് പറഞ്ഞത് അത്യാവശ്യം നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വന്ന് തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക. ഇതൊക്കെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യങ്ങളിലുള്ളത്. ബാക്കി ടയർ എപ്പോഴും എയർ നോക്കണം. അങ്ങനെയുള്ള രീതിയിൽ മാത്രം അത്യാവശ്യം ഒരു ലോ കോസ്റ്റ് കിട്ടാവുന്നതും ഏറ്റവും നല്ലതായിട്ടുള്ള സൈക്കിൾ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ ഇതിൻ്റെ 5 റേറ്റ് കൊടുക്കുകയാണെങ്കിൽ എനിക്കൊരു 4.5 റേറ്റിംഗ് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ സൈക്കിളിനെ കുറിച്ചുള്ള എല്ലാം പറഞ്ഞിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറയുന്നതാണ്.
അപ്പോൾ ഓക്കെ ബൈ, ഇനി അടുത്ത വീഡിയോ കാണാം.